ഹായ്, ഞങ്ങൾ പുനലൂരിൽ നിന്ന് നേരെ തിരുമലക്കോവിലേക്ക് ഒരു യാത്ര പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയും ഞങ്ങളുടെ ഒരു ചേച്ചിയുണ്ട്, അവർ ഫാമിലിയും പിന്നെ അവരുടെ ഒരു കസിനും അവർ ഫാമിലി അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേ ഒരു മയിലിനെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി നേരെ അച്ചൻകോവിൽ റൂട്ട് വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു. പിന്നെ വഴിയൊക്കെ നല്ല സൂപ്പർ വഴിയാണ്, റോഡൊക്കെ നല്ല റോഡാണ്. ആ വഴി ഞങ്ങൾ ഉള്ളിലേക്ക് പോകും തോറും തേയിലത്തോട്ടങ്ങളും പിന്നെ ഫാമുകളൊക്കെ കണ്ടു കേട്ടോ. ഫാമൊക്കെ ഉണ്ട് ഇവിടെ, ഒരു ചെറിയ ഫാമാണിത്. ഈ ഫാമൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും ഉള്ളിലോട്ട് പോയി. ഇവിടെ നിന്ന് ഞങ്ങൾ വണ്ടി നിർത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ, കാരണം ചെറിയ രീതിയിൽ മഴച്ചാറ്റലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പം ഇത് വെയിറ്റിംഗ് ഷെഡ് കണ്ട് പിന്നെ അങ്ങ് ചെന്നപ്പോഴത്തേക്കും ദേണ്ട രണ്ട് പന്നികൾ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. തക്കുട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പന്നികളെ കണ്ട് പേടിച്ചൊക്കെ ഇരിക്കുവാണ് ആള്. പിന്നെ രണ്ട് പന്നിയൊന്നും അല്ല കേട്ടോ, കുറേ പന്നിയുണ്ട്. അത് ഇങ്ങനെ മാറി കുറച്ചുകൊണ്ട് പിന്നെയും ഞങ്ങൾ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും അതിവിടെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു അരുവി പോലെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കണ്ടോ, മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കുക. വലിയൊരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ ചുമ്മാ അവിടേക്കൊന്ന് അങ്ങനെ നടന്ന് പിന്നെ അതിൻ്റെ സൈഡ് വശമൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ കാട് പോലെയാണ് കേട്ടോ. കണ്ട മരങ്ങളും റബ്ബറും ഒക്കെ ഉണ്ട്. ഒരു കാടാണല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഉള്ളിലോട്ട് പോകും തോറും തണുപ്പ് നന്നായിട്ട് കൂടി വന്ന് ഇരുട്ടും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ചെറിയൊരു മഞ്ഞ് പോലെയൊക്കെ നമുക്ക് തോന്നും ഉള്ളിലേക്ക് പോകും തോറും. എന്നാൽ ഇതൊരു ഉച്ച സമയമാണ്. അപ്പം നട്ടുച്ച സമയത്താണ് ഞങ്ങളിപ്പോൾ ഈ വഴി കൂടി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കാടിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും ഒരു മൂകമായ അന്തരീക്ഷം പോലെയായിരുന്നു. ഇരുട്ടും ഇങ്ങനെ കൂടി വരിക. പോരാത്തതിന് മഴയും ചെറിയ രീതിയിലുണ്ടല്ലോ. അപ്പം അതും കൂടിയൊക്കെ കൊണ്ടിട്ട് ഭയങ്കര തണുപ്പുമൊക്കെ ആയിരുന്നു. എന്നാൽ അങ്ങനെ പോയി ഞങ്ങൾ വരുമ്പോൾ ദൂരെയായിട്ട് മലകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇങ്ങോട്ട് പോകുന്നു, തമിഴ്നാട് ബോർഡറിലോട്ടങ്ങ് കടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, ആ മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോഴുള്ള സീനാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നിറച്ച് പൈൻ മരങ്ങളും അതൊക്കെയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെയും നേരെ അങ്ങ് പോയി. അപ്പോൾ ഒരു ട്രാക്ടറൊക്കെ പോകുന്നത് ഞങ്ങൾ കണ്ട്. അങ്ങനെ ഞങ്ങൾ തിരുമലക്കോവിലിൻ്റെ അടുത്തേക്ക് എത്താറായി. ആ വഴി ഇങ്ങനെ മല ഞങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുക. ഈ മല ചുറ്റി നമ്മളപ്പുറത്ത് ചെല്ലുമ്പം തിരുമലക്കോവിലാകും. റോഡൊക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് സ്പീഡ് തന്നെ പോകാൻ പറ്റും കേട്ടോ. അതേ പാറ ഒക്കെ ഉണ്ട് അവിടെ. പാറയുടെയൊക്കെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പോയത്. നമുക്ക് വേണമെങ്കിൽ തൊട്ടുകൊണ്ടൊക്കെ പോകാം. അങ്ങനെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴി. അരളി ചെടികളൊക്കെ വഴി അരികിലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സൈഡിലോട്ട് പോയി കൊണ്ടിരിക്കുവാണേ. വണ്ടി സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും അങ്ങനെ അവിടെ കൂടിയൊന്നും അങ്ങനെ വന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരുമലക്കോവിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ താഴേക്കുള്ള ഒരു സീനറിയാണ് ഈ കാണുന്നത്. മേളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കുമ്പോഴുള്ള സീനറിയാണ് ഈ കാണുന്നത്. ഒരു ചിത്രം വരച്ച് വെച്ചേക്കുന്ന പോലെയുണ്ട് അവിടെ. ഇത് തിരുമലക്കോവിൽ ആ റോഡ് സൈഡാട്ടോ. ഞങ്ങൾ ചെന്നപാടെ ഞങ്ങൾ ആ സൈഡിലിരുന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി നിന്നിരുന്ന് ഞങ്ങൾ ചെറിയ ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോൾ താഴെ ആ സീനറിയും കൂടി ആയപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ ഒരു ഇതൊക്കെ ഭംഗിയൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയൊക്കെ പോയി. ഇവിടെ വന്നപ്പോൾ മഴയില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടോ, തക്കുടുവിൻ്റെ മുടിയൊക്കെ പറക്കുന്നുണ്ട് അവിടെ നിന്ന്. നല്ല സുഖമുള്ളൊരു കാറ്റാണ്. നല്ല രസമാണ് കാറ്റ്. നമുക്ക് നന്നായിട്ട് തണുപ്പും ഇല്ല ചൂടും ഇല്ലാത്തൊരു അവസ്ഥ. മഴയും കൂടി ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും പിന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. മലയാളികളും തമിഴന്മാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ആന്ധ്രാക്കാരുമൊക്കെ ഉണ്ട് അവിടെ. മലയാളികളെ ഞങ്ങൾ പക്ഷേ വളരെ കുറച്ചവിടെ കണ്ടുള്ളൂ. തമിഴ് വണ്ടികളാണ് കൂടുതലും. ഞങ്ങൾക്ക് തിരുമലക്കോവിലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ലായിരുന്നു. ഞങ്ങൾ വെളിയിൽ തന്നെയാണ് കൂടെ നിന്നത്. പോരാതെ തന്നെ ഉള്ളിലേക്ക് നിന്നവരങ്ങനെ ഫോട്ടോ ഒന്നും എടുപ്പിക്കുന്നു.
അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുപ്പിക്കാതിരുന്നത് കൊണ്ട് ഞങ്ങൾ വെളിയിൽ തന്നെയാണ് കൂടുതലും ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ ആ ഫ്രണ്ടാണ് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണമേ.